മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ചൊവ്വയുടെ 9ാം ഭാവത്തിലാണ് അഷ്ടമാധിപനായ ചൊവ്വ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ശുക്രനും 7ാം ഭാവാധിപൻ 9ൽ പോയി നിൽക്കുന്നു ചൊവ്വയുടെ കൂടെ, 8ാം ഭാവാധിപൻ്റെ കൂടെ. ബുധനും അവിടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചിന്ത തന്നെ എപ്പോഴും ഏതെങ്കിലും തരത്തിൽ ചില അസ്വാരസ്യങ്ങളോ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ചന്ദ്രൻ തുടക്ക ദിവസങ്ങളിൽ സഞ്ചരിക്കുന്നത് 5ാം ഭാവത്തിലാണ്. 28, 29 ദിവസങ്ങളിൽ സൂര്യൻ്റെ രാശിയിൽ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 5 ചന്ദ്രൻ്റെ സഞ്ചാരം അത്ര ശുഭകരമല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇവിടെ 10ാം ഭാവത്തിലാണ് സൂര്യൻ്റെ സഞ്ചാരം. 10ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പൊതുവെ കർമ്മമേഖല അവർക്ക് വളരെ തെളിവാർന്നു വരും. വളരെ ശക്തമായ മനസ്സോടുകൂടി പ്രതിബന്ധങ്ങളെ എതിർത്തുകൊണ്ട് തൻ്റെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. മാത്രമല്ല തിങ്കളും ചൊവ്വയും ഞായറും തിങ്കളും കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഏകദേശം 5 ദിവസങ്ങളോളം ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും അതുപോലെ തന്നെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ഭദ്രമായ ഒരു ജീവിതത്തിൻ്റെ സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് 9ാം ഭാവത്തിൽ പോയി ചൊവ്വ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 9ാം ഭാവത്തിൽ അഷ്ടമാധിപനായ ചൊവ്വയുടെ കൂടെ 7ാം ഭാവാധിപനായ ശുക്രൻ നിൽക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിലെ ചില അച്ചടക്കങ്ങളാണ്. ഒരല്പം പൊട്ടിത്തെറിയോ ഈഗോയോ ഒക്കെ ചിലപ്പോൾ വലിയൊരു വഴക്കിലേക്ക് നീങ്ങിയേക്കാം. അതുപോലെ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത കാണാം. എന്നാൽ വിദ്യാഭ്യാസ സംബന്ധമായി കുട്ടികളുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് പഠിക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർക്ക് ചില ശാരീരികമായ അവശതകൾ ഉണ്ടാകുമെങ്കിലും പഠന സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. മറിച്ച് യാത്ര കൊണ്ട് ഇവർക്ക് ഗുണവും കാണുന്നുണ്ട്. കാൽമുട്ടുകൾക്കോ അല്ലെങ്കിൽ കാൽപാദങ്ങൾക്കോ ചെറിയ പ്രശ്നമുണ്ടാകാം. കാലിൻ്റെ ആംഗിൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം എന്നത് മാത്രമാണ് യാത്രയെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുന്നത്. അല്ലാതെ പൊതുവെ അതിലൊന്നും ദോഷം കാണുന്നില്ല. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് ജീവിക്കാനും ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊത്ത് കുറേ സമയം ചിലവഴിക്കാനും സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റമുണ്ട്. പ്രണയാർത്ഥികൾക്കും ഈ ആഴ്ച ഗുണകരമാണ്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 30, 31, 1 ഉച്ച വരെ. 1 ഉച്ചയ്ക്ക് ശേഷവും 2, 3 താരതമ്യേന ഗുണമുള്ള ദിവസമാണ് മേടക്കൂറുകാർക്ക്.